എന്താ പറയാ ഒരു ടീമായിട്ട് ഇന്നിവിടെ എത്താൻ വേണ്ടി സാധിച്ചു. ഏതായാലും കൂടെ കട്ടക്ക് നിൽക്കുന്ന എല്ലാ അസോസിയേറ്റ്സിനും ഈ അവസരത്തിൽ നന്ദി പറയാണ്. അതുപോലെ ഈ ബിസിനസ് അവസരം എനിക്ക് കൈമാറി തന്ന എന്റെ അപ്ലയൻസ് ആയിട്ടുള്ള അസ്മായ മാഡത്തിനും മാലതി മാഡത്തിനും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതോടെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഭവനേഷ് സാറ്, ശ്രീജ മാഡം, സുബി സാറ്, എല്ലാ ലീഡേഴ്സിന്റെയും, ബെല്ലി സാറ്, ഞങ്ങൾക്ക് എല്ലാ ലീഡേഴ്സിന്റെയും സപ്പോർട്ട് കിട്ടുന്നുണ്ട്. അസോസിയേറ്റ് ആണെങ്കിലും എല്ലാവരും നല്ല കട്ടക്ക് നിൽക്കുന്ന ആ ഒരു ലെവലിൽ ബിസിനസ് ചെയ്യാൻ സാധിക്കുന്നതുകൊണ്ടാണ് ഇന്ന് STC ആയിട്ട് ഇവിടെ എത്താൻ സാധിച്ചത്. അതിലെല്ലാവർക്കും നന്ദി പറയാണ്. അപ്പൊ നിങ്ങളോട് പ്രത്യേകിച്ച് പറയാനുള്ളതെന്ന് പറഞ്ഞാല്, പിന്നെ ഞാൻ ഒരു BTech ഗ്രാജുവേറ്റ് ആണ്. ഞാൻ BTech ഫസ്റ്റ് ക്ലാസ്സോട് കൂടി കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിൽ പാസ്സായിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ ഈ ബിസിനസിന്റെ നമുക്ക് ഓരോ കാലത്തിന് ഫ്യൂച്ചറിന്റെ ബിസിനസ് ആണ് ഡയറക്ട് സെല്ലിംഗ്, ഇനി അടുത്ത ഫ്യൂച്ചറിന്റെ ബിസിനസ് ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ ഈ ഒരു മേഖലയിൽ എത്തിച്ചേർന്നതും ഇവിടെ പിടിച്ചു നിൽക്കുന്നതും. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് അച്ചീവ്മെന്റ് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അവസരമാണ്. സ്വന്തമായിട്ട് ബൈക്ക് വാങ്ങിക്കാനും അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള നല്ല ഫോൺ വാങ്ങിക്കാനും അങ്ങനെ ഒരുപാട് ടാബ് വാങ്ങാനും ഒരുപാട് അച്ചീവ്മെന്റ്സുകളും ഉണ്ടാക്കാൻ പറ്റി. ഇനിയും കൂടുതൽ കൂടുതൽ ബല്ലി സാറ് പറഞ്ഞ മാതിരി എല്ലാവർക്കും കാറ് വാങ്ങാനും ലക്ഷറി ആയിട്ട് ഉള്ള ആ ഓരോ അച്ചീവ്മെന്റുകൾക്ക് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവില്ലേ, അതുപോലെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. അപ്പൊ എല്ലാം ഈ ബിസിനസ്സിലൂടെ സാധിക്കും. എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിലൂടെ വലിയ വലിയ അച്ചീവ്മെന്റ്സുകൾ ഉണ്ടാക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും വിജയങ്ങൾ നേരുന്നു. ജയ് ഹിന്ദ്, ജയ് മൈ ലൈഫ് സ്റ്റൈൽ. ഫുൾ ടൈം ആയിട്ട് ഇത് ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ട്. അതുപോലെ നിങ്ങൾ ഓരോരുത്തരും കയറി ബിസിനസ് ചെയ്യുക. നല്ല അവസരമാണ് എനിക്ക് പറയാനുള്ളത്. വേറെ ഏത് ജോലി നമ്മൾ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് വരുമാനമുള്ളൂ. ഈ ജോലി എന്ന് പറഞ്ഞാൽ നമ്മൾ വയ്യാതായി കിടന്നാലും നമുക്ക് വരുമാനം കിട്ടും. അതുകൊണ്ട് എല്ലാവരും ഏറ്റെടുത്ത് ചെയ്യുക, വിജയിക്കുക. താങ്ക് യു. ഉമർസ്ഥാദ് മുതൽക്ക് ബെല്ലിസാർ വരെയൊക്കെയുള്ള എല്ലാ ലീഡർമാർക്കും ഞാൻ എൻ്റെ എല്ലാ നന്ദിയും അറിയിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞാനൊരു ട്രഡീഷണൽ ബിസിനസ് രംഗത്തു നിന്നാണ് ഈ രംഗത്തേക്ക് വരുന്നത്. ലക്ഷങ്ങൾ മുടക്കി ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നോ ലാൻഡ്, നോ ലേബർ, നോ ക്യാപിറ്റൽ എന്നുള്ള സന്ദേശം കേട്ടപ്പോൾ അതൊരു വലിയ അത്ഭുതമായിട്ട് തന്നെ എനിക്ക് സ്റ്റേക്ക് ചെയ്തു. കാരണം പണം മുടക്കി ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ പണം വേണ്ട, അതിനൊരു പ്രത്യേക സ്ഥലം വേണ്ട, പണിക്കാർ വേണ്ട എന്നുള്ള സന്ദേശം കേട്ടപ്പോൾ അതൊന്ന് ചെയ്തു നോക്കണല്ലോ എന്ന് കരുതി ഇതിലേക്ക് വന്നതാണ്. ഇന്ന് ഞാൻ STC 25 ലക്ഷം ബിസിനസ് ചെയ്ത് ഈ രംഗത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ എല്ലാവിധ സ്നേഹവും സന്തോഷവും അറിയിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും വലിയ വിജയം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് മൈ ലൈഫ്. നല്ലൊരു കൈയ്യടി നമുക്ക് കൊടുക്കാം. നെക്സ്റ്റ്, നിങ്ങൾ ആവശ്യക്കാരനാവരുത്, അത്യാവശ്യക്കാരനാവണം. രണ്ട്, നിങ്ങൾക്ക് ആവേശം ഉണ്ടാവണം, അടങ്ങാത്ത ആവേശം ഉണ്ടാവണം, ആഗ്രഹങ്ങൾ ഉണ്ടാവണം, അത്യാഗ്രഹങ്ങൾ ഉണ്ടാവണം. ഇതുണ്ടെങ്കിൽ, ഇത് മൂന്നും ഉണ്ടെങ്കിൽ നമുക്ക് ഈ ബിസിനസ്സിൽ വിജയിക്കാൻ പറ്റും. അല്ല, ഏറ്റവും എൻ്റെ വീട്ടിൽ വന്ന് സുധീസാർ ബിസിനസ് പറഞ്ഞപ്പോൾ ഞാൻ കുറേ പ്രാവശ്യം ഒളിച്ചു നടന്ന ആളാണ്. എൻ്റെ മോളെ അച്ഛാന്നുള്ളൊരു വിളിയാണ് ഇന്ന് ഈ ബിസിനസ്സിൽ ഇവിടെ നിർത്തുന്നത്. പറയാനുള്ള കാരണം എന്താ വെച്ചാൽ നിങ്ങളായിരിക്കും എന്താണ് അച്ഛാന്നുള്ള വിളിയിൽ ഇന്ന് ഇവിടെ നിൽക്കുന്നത്. ഞാൻ വീട്ടിൽ നിന്ന് ഒളിച്ച് നിൽക്കുന്ന നേരം ഞാൻ സുധീസാറോട് സൈസാറോട് പറഞ്ഞ്, സൈസാറോട് ഞാൻ വീട്ടിലേക്ക് എത്തിയപ്പോൾ വൈഫ് പറഞ്ഞ് ഞാൻ ഇവിടെ ഷാലു സാർ ഇവിടെ ഇല്ല, ഷാലു സാർ പുറത്താണ് ഞാൻ. അപ്പോൾ മോള് അച്ഛാന്ന് വിളിച്ചപ്പോൾ സുധീസാറ് സൈസാറോ അതേ വന്നു, നമ്മുടെ കള്ളാരി ഇവിടെ ഇരിക്കുകയാണല്ലോ വെച്ച് അങ്ങനെ പിടിച്ചു വലിച്ച് കൊണ്ടുപോകുന്നതാണ്. പക്ഷെ ഇന്ന് ഹൃദയത്തിലേറ്റിയിട്ടാണ് മൈലേക്ക് ചെയ്യുന്നത്. എൻ്റെ അയൽവാസിയായ സലീം എന്ന് പറയുന്ന ആൾ മുഖേനയാണ്. പക്ഷെ മൂപ്പറിന്ന് ഈ ബിസിനസ്സിലില്ല. പക്ഷെ മൂപ്പർക്ക് ഞാനൊരു 10-40 ലക്ഷം റുപ്യേൻ്റെ ബിസിനസ് വോളിയം ഓർക്ക് വണ്ണിൽ കൂടിയിട്ട് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. എന്നിരുന്നാലും എന്നെ ഈ അവസരത്തിൽ കേൾക്കുന്ന ആളോട് എനിക്ക് പറയാനുള്ളത്, ഗൾഫിൽ ഇരുന്നതിനേക്കാൾ അപ്പുറം ഗൾഫിൽ 26 വർഷം പോയിട്ടും എനിക്ക് ഒന്നും നേടാൻ പറ്റിയില്ല. പക്ഷെ ഇന്ന് എനിക്ക് ഇതിൽ വന്നതിന് ശേഷം ഒരു 3-3.5 കൊല്ലം കൊണ്ട് എല്ലാം ഉണ്ടാക്കുവാൻ ഇനി അങ്ങോട്ട് പറ്റുമെന്ന് ഉറച്ച വിശ്വാസമുണ്ട്. ആ അവസരം കൊടുത്ത അങ്ങനത്തെ ഒരവസരത്തിലാണ് നമ്മൾ എത്തിപ്പെട്ടതെന്ന് എല്ലാവരും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് മൈ ലൈഫ്. ഓക്കെ, അപ്പോൾ ലീഡേഴ്സ് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ, ആശംസകൾ അറിയിക്കുന്നു. എത്രയും പെട്ടെന്ന് എസ്റ്റേറ്റ് ടീം കോർഡിനേറ്റർ എന്ന് പറഞ്ഞ റാങ്കിലേക്ക് എത്താൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. എല്ലാവിധ അഭിനന്ദനങ്ങളും. നല്ലൊരു കയ്യടിയോടുകൂടി നമുക്ക് അവരെ വേദിയിലേക്ക് തിരിച്ചുവിടാം. ഇനി ഞാൻ അടുത്തതായിട്ട് വിളിക്കുന്നത് 25 ലക്ഷം ബിസിനസ്സുകളെ മാച്ച് ചെയ്തുകൊണ്ട് സ്റ്റേറ്റ് ടീം കോർഡിനേറ്റർ എന്ന് പറഞ്ഞ വലിയൊരു റാങ്കിലേക്ക് എത്തിയുള്ളവരാണ്.
അപ്പൊ അതുകൊണ്ട് ഞാൻ വിളിക്കുകയാണ്. നല്ലൊരു ഓക്കെ, ഫോട്ടോസ് എടുത്ത് കഴിഞ്ഞോ? കഴിഞ്ഞു. ഓൾ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ലീഡേഴ്സ് ശ്രദ്ധിക്കുക. റൂബി അല്ലേ കിട്ടിയത് സർട്ടിഫിക്കറ്റ്? സാർ റൂബി സർട്ടിഫിക്കറ്റ് ആണ് ഇപ്പോൾ വേദിയിലേക്ക് വരുന്നത്. ഓക്കെ, ഫോട്ടോസ്. ഇതിൽ ആർക്കെങ്കിലും ഡാൻസ് കളിക്കണം? സാറ് മാറിക്ക്, ലീഡർ കൈയെടുക്കട്ടെ. നല്ല കൊട്ടാൻ പറയുന്നു. അതല്ല മറ്റൊരു ഒന്നുകൂടി വെച്ചേ, സ്റ്റെപ്പ് ഇട്ട്
അച്ചീവേഴ്സ് ആണ് ഇപ്പൊ വേദിയിലേക്ക് വന്നിട്ടുള്ളത്. ഇനിയുണ്ട് അല്ലേ? ഓക്കെ. ഈ സർട്ടിഫിക്കറ്റ് കേട്ടോ. ഓക്കെ, പ്രിയപ്പെട്ട ലീഡേഴ്സ്, എത്രയും പെട്ടെന്ന് നിങ്ങൾ സിൽവർ റാങ്ക് അച്ചീവേഴ്സ് ആവാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശിക്കുകയാണ്, ഉന്നതങ്ങളിലേക്ക്. കച്ചവടം ചെയ്തുന്ന ജീവിക്കാം, പട്ടിണിയേക്കാൾ വരുന്നില്ല. എല്ലാവരും ചെയ്യാം. ഞാൻ പറയാം, സംസാരിക്കേണ്ട മനസ്സിലായി തമിഴ് ചെയ്യാം. തമിഴ്നാട്ടിലാണ് ബേസ്. അവിടെ ഇങ്ങോട്ട് വന്നതാ. ഒരു മകളുണ്ട്, മകളും ഫുൾ ടൈം നമ്മളോട് ബിസിനസ് കൊടുക്കുകയാണ്. മകളിൽ ചെറിയ കുഞ്ഞുങ്ങളുണ്ട്. നമ്മുടെ നാട്ടിലേക്ക് ഇപ്പോ ഏറ്റവും താമസിക്കുന്നത് കുഞ്ഞെടുത്ത് കാന്തപുരക്കാണ് AP ഉസ്താദ് നാട്ടിൽ. അവിടുത്തെ സന്മനസ്സുള്ള ആളുകൾ കൂടി അവരെ കൊടുത്താൽ താമസാക്കി കുറച്ചു വീടുണ്ട്. ഈ രണ്ട് സ്ത്രീകളും ചെറിയ കുഞ്ഞുങ്ങളേ ഉള്ളൂ. മഴക്കാലത്ത് നല്ല തണുപ്പ് വരും.
കാര്യമായ വസ്ത്രങ്ങൾ ഒരുപാട് ഉണ്ടാവില്ല, അതിന്റെ സംസ്ഥാനത്ത് മനസ്സിലായിട്ടുണ്ടാവും. പട്ടുസാരി മാറി കൊടുക്കുന്ന അവസ്ഥയിലാണ് നിങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. ഉള്ള വസ്ത്രം എടുത്തു വെക്കാൻ സ്ഥലമില്ല. കാന്തപുരത്ത് ഒരു ബേക്കറി പങ്കേൽപ്പിച്ചിട്ട് മോനെ ഇവിടെ നല്ല ബിസ്ക്കറ്റ് നിന്ന് പെട്ടി കൊണ്ടുപോകാൻ വേണമെങ്കിൽ മാറ്റി വെക്കണം. അങ്ങനെ ബിസ്ക്കറ്റ് തീരുമ്പോൾ വരുന്ന പെട്ടികൾ ഉമ്മാക്ക്